നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പാലക്കാടുകാരനായ ഒരു 28 വയസ്സുള്ള യുവാവ് മുഹമ്മദ് ഷാനിബ് എന്നാണ് അയാളുടെ പേര്. അയാളെ കാശ്മീരിലെ ഒരു കാട്ടിൽ മരണപ്പെട്ട രീതിയിൽ അഥവാ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തുന്നു. കാണുമ്പോൾ ഇയാൾക്ക് ഈയിടെ ശരീരത്തിന് 10 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. മൃഗങ്ങൾ കടിച്ചു വലിച്ച് ബാക്കി ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. പിന്നീട് ഇയാൾ മുഹമ്മദ് ഷാനിബ് എന്ന മലയാളിയാണ് എന്ന് മനസ്സിലാവുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് 10 ദിവസത്തെ പഴക്കമുണ്ടെന്നും ഈ 10 ദിവസത്തെ പഴക്കം കണക്കാക്കുമ്പോൾ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് 2 ദിവസത്തിനുള്ളിലാണ് ഇയാൾ മരണപ്പെട്ടിരിക്കുന്നത് അഥവാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കുന്നവർ ഈ ശരീരത്തിൻ്റെ പിന്നാലെയും പോകുമെന്ന കാര്യം 100% ഉറപ്പാണ്. പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇത്തരമൊരു കേസ് അന്വേഷിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള കോടതിയിൽ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് വിവരങ്ങൾ മാധ്യമങ്ങൾ അറിയുക. പക്ഷേ മറ്റേതെങ്കിലും ഒരു കേസിലാണെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ ഭാവന, പിന്നീട് അവരുടെ മുൻവിധികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വാർത്തയ്ക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കാറുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണും. എന്നാൽ ഈ ഒരു വാർത്ത ആദ്യ ദിവസം പുറത്ത് വന്ന് അത് കുറച്ച് ആളുകൾ അറിഞ്ഞതിന് ശേഷം ബോധപൂർവം പിന്നീട് ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ട് അഥവാ കൊല്ലപ്പെട്ടിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. സാധാരണ രീതിയിൽ ഒരു നാമധാരി ഇതുപോലെ അന്യ സംസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടാൽ അയാൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ സഹായധനമായിട്ട് പ്രഖ്യാപിക്കും. ഇവിടെ അതുണ്ടായില്ല. അയാളുടെ ശരീരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇവിടെ കൊണ്ടുവന്നോ സംസ്കരിച്ചോ ഇതിനെപ്പറ്റിയൊന്നും ഒരു മാധ്യമങ്ങളും വാർത്ത കൊടുത്തതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഈ വാർത്തയൊന്നും ഇനി കൂടുതൽ ആരും അറിയണ്ട എന്നിവർ തീരുമാനിച്ച പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ അപലപിക്കുന്ന കാണുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾ മരിച്ചത്, ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ ഭീകരാക്രമണവുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ, ബാംഗ്ലൂർ ജോലി ചെയ്ത ഇയാൾ എങ്ങനെ കാശ്മീരിലെത്തി തുടങ്ങിയ ഒരു ചോദ്യവും ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മാധ്യമപ്രവർത്തകനും ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരും ചോദിക്കുന്നില്ല. അവൻ്റെ സുഹൃത്തുക്കളെ കണ്ട് ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവൻ പൂക്കളെയും പൂമ്പാറ്റുകളെയും സ്നേഹിച്ചിരുന്നൊരു പാവം പയ്യനായിരുന്നു എന്ന തരത്തിൽ ഒരു കഥ പോലും ആരും അടിച്ചിറക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ മനോരോഗമുണ്ടായിരുന്നു എന്ന തരത്തിൽ മറ്റൊരു കഥ പോലും ഇറക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഇതിനെപ്പറ്റി ഈ ഒരു പേര് പോലും ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് പോലും ആരും ഓർക്കാൻ പാടില്ല എന്ന തരത്തിലാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇതിങ്ങനെ പൊതിഞ്ഞു പിടിച്ചതിനെ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെപ്പോലുള്ള ആളുകൾ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം, എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇവൻ കാശ്മീരിലെത്തിയത്, ഇവൻ എങ്ങനെ കൊല്ലപ്പെട്ടു, ഇവനെ ആര് കൊന്നു, എന്തായിരുന്നു ഇവൻ ഈ പഹൽഗാമിൻ്റെ 25 കിലോമീറ്റർ മാറി ഒരു കാട്ടിൽ എത്തിപ്പെടാനുള്ള കാരണം, ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവൻ രാജ്യസ്നേഹിയായിട്ടുള്ള ആളാണോ, അതോ രാജ്യവിരുദ്ധരുടെ കളിപ്പാട്ടമായിരുന്നോ അല്ലെങ്കിൽ ചട്ടുകമായിരുന്നോ, ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുകയും വേണം, അന്വേഷിക്കുകയും വേണം. തീർച്ചയായിട്ടും അന്വേഷണം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അവരുടെ അന്വേഷണത്തിൻ്റെ റിസൾട്ട് അവർ കോടതിയിൽ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാധ്യമങ്ങളുടെ കിട്ടത്തുള്ളൂ. അതിനാൽ അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതുവരെ നമ്മൾ എല്ലാ കേസിലും കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, മാധ്യമങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഉള്ള കാര്യങ്ങൾ പറയും. നിസാരം നമ്മുടെ ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു സമാധി കേസ് നിങ്ങൾ ഓർക്കുക. പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം സാധാരണ രീതിയിലുള്ള മരണമായിരുന്നു. അവരവരുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ടിരുത്തി. ആ സമാധി കേസ് വെച്ചിട്ട് എത്ര ദിവസം, 1 മാസത്തോളം ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വെച്ചിളക്കി. മാത്രമല്ല ആ കല്ലറ പൊളിച്ചു. പിന്നീട് അതവിടെ സകല മാധ്യമങ്ങളും പോയി ലൈവ് കൊടുത്തു. എന്തൊരു ബഹളമായിരുന്നു. അപ്പോൾ അതൊന്നും ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല, നമ്മുടെ രാജ്യത്തിന് ദോഷം പറ്റുന്ന രീതിയിലുള്ള സംഗതിയൊന്നുമല്ല. അത് ചിലരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ചെയ്തതാണ്. ഒരു കൊലപാതകം പോലുമല്ലായിരുന്നു. അത് കൊണ്ടുപോയി തെളിഞ്ഞു കഴിഞ്ഞാണല്ലോ. എന്നാൽ ഇവിടെ ഒരാൾ ഇങ്ങനെ ഈ രീതിയിൽ മരണപ്പെടുന്നു, അതും കാശ്മീർ പോലുള്ളൊരു സ്ഥലത്ത്. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഒരു വാർത്തയുമില്ല. ശരി, ഇവർ കുറേ പടച്ചുവിടുന്നവരാണല്ലോ, സങ്കല്പിക്കത്തിലുള്ള കഥകൾ പടച്ചുവിടുന്നവരാണല്ലോ. അങ്ങനെയെങ്കിലും പറയണ്ടേ? അങ്ങനെ പോലും പറയുന്നില്ല. ആദ്യം അവൻ്റെ ഫോട്ടോയും വെച്ച് ഒരു വാർത്ത കൊടുത്തു. ഒരു മലയാളിയുടെ ശരീരം കാശ്മീർ വെച്ച് കിട്ടി, ആൾ ഈ പാലക്കാട്ടുകാരനാണ്, ഏത് നാട്ടുകാരനാണെന്നും പറഞ്ഞു. പിന്നില്ല ഒന്നും. അപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്? ഇയാൾ ഇപ്പോൾ ഇസ്രയേലിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഇവിടെ എന്തൊരു ബഹളമായിരുന്നു തന്നെ. അത് ഒരു മുസ്ലിം. ഇവിടെ അയാളുടെ ബോഡി വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി ഏറ്റുവാങ്ങും. അതൊരു വിലാപയാത്രയായി പാലക്കാട് വരെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ സംസ്കരിക്കും. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്താണ് ദുരൂഹത? ഈ ദുരൂഹത ജനങ്ങൾ അറിയണ്ടേ? അപ്പം രാഷ്ട്രീയക്കാരുടെ കാര്യം വിട്ടേക്കൂ. ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊരു മാധ്യമധർമ്മം എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ, അവരല്ലേ അറിയിക്കേണ്ടത്? എന്തേ മിണ്ടാത്തത്? അതോ നിങ്ങൾക്കും ഈ എച്ചിൽ കിട്ടുന്നുണ്ടോ ഇങ്ങനെ കടിച്ച് വലിച്ച് തിന്നാൻ വേണ്ടിയിട്ട്? അതിൻ്റെ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം കാര്യങ്ങളൊന്നും മിണ്ടുന്നില്ല എന്ന് വെക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ കാലമാണെന്ന് ഓർക്കുക. നിങ്ങൾ വിചാരിച്ചാൽ മൂടി വെക്കാൻ പറ്റുന്ന ഒരു വാർത്തയും ഇന്ന് ലോകത്തില്ല എന്ന് ഓർക്കുക. നിങ്ങൾക്ക് മൂടി വെക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് ആ പരിധിയില്ല എന്ന് കൂടി നിങ്ങൾ ഓർക്കുക.